ഹലോ, നമ്മുടെ ഇന്നത്തെ കല്യാണ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, കല്യാണത്തിന് രാവിലെ ഞാനും അമ്മയും നാത്തൂനും പിള്ളേരും കൂടി ഇങ്ങനെ പോകാമെന്ന് നമ്മുടെ സ്ഥിരം വഴി. അത്യാവശ്യം എൻ്റെ എല്ലാ വീഡിയോസിലും ഈ വഴി കാണുന്നതാണ്. നമ്മൾ വടകന്തൂരേക്ക് നടന്നിട്ടാണ് കേട്ടോ പോലെ. മാതലേ കൂടെ പോകുകയാണെങ്കിൽ ഓട്ടോയാക്കിയിട്ട് പോകണം. ഇതാകുമ്പോൾ അത്യാവശ്യം പ്രകൃതി രമണീയമൊക്കെ കണ്ടിട്ട് അങ്ങ് നടക്കാം. അതിനുശേഷം നമുക്ക് വടകന്തൂരിൽ നിന്ന് ബസ് കിട്ടീനി. ആ ബസ്സിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇത് നമ്മൾ നേരെ പൊന്നമ്പാറക്കുന്ന് മീൻകുളം ബസ്സിന്, അതായത് ആർത്തേക്ക് ലോലമ്പാടി ബസ്സിന് കയറിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ബസ്സിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, കുറേ നാളുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു സദ്യ കഴിക്കാനുള്ള ഒരു ഓട്ടത്തിൽ, കുറേ നാളുകളായിട്ടാണ് മനസ്സറിഞ്ഞൊരു സദ്യ കഴിക്കാത്തത്. അപ്പോൾ കല്യാണമൊക്കെ വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞായറാഴ്ച ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ കല്യാണമൊക്കെ ഒരുപാട് മിസ്സായിപ്പോയി, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ബസ്സിലിരുന്ന് പുറത്തോട്ടൊക്കെ നോക്കി ഞാൻ നാത്തനും ഒരു സീറ്റിലിരുന്നവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മയും പിള്ളേരും മുമ്പിലത്തെ സീറ്റിലിരുന്ന്. അങ്ങനെ ഞങ്ങളിതാ മീൻകുളം അമ്പലത്തിലെത്തി. പക്ഷെ അമ്പലത്തിലോട്ട് പോയിട്ടില്ല, കാരണം താലകെട്ടും കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ ഡ്രീംസ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്ലേസാണ്, വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. അവിടെ ഇവിടെയൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ല ഭംഗി അങ്ങനെ തന്നെ പറയാം. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മോളിനോടൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അതിന് അത്യാവശ്യം സീറ്റുകളൊക്കെ ആളുകൾ ഇരുന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിങ്ങനെ നടന്നിട്ട് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലിരിക്കാൻ പറയുന്നത് അത്ര നല്ല കാര്യമല്ല, കാരണം ചെക്കൻ്റെ വീട്ടുകാർക്ക് കുറച്ച് ചെക്കനെല്ലാം സ്ഥലം കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സീറ്റിലായിട്ടാണ് ഇരുന്നത്. അങ്ങനെ പിന്നെന്താ പറയുക, അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും സെറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ചെക്കനും പെണ്ണൊക്കെ എത്തി, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ വീഡിയോ ഞാൻ അവരത് കുറച്ച് പിടിച്ചു. നമ്മൾ മെയിനായിട്ടുള്ള കാര്യം എന്താ, ഫുഡല്ലേ, സദ്യ ലക്ഷ്യമിട്ട് വന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ നമ്മൾ സദ്യേൻ്റെ ഹാളിലെത്തി. ഇലകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്നു. മോനൂട്ടൻ എൻ്റെ കൂടെ ഇരുന്നത്, അവനും ഞാനും കൂടെ ഒരേ ഇലയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ്. അങ്ങനെ ഉപ്പേരി വന്ന്, അച്ചാറ് വന്ന്, ഇഞ്ചിപ്പുളി വന്ന്, പിന്നെന്താണ് അത് ഉപ്പേരി, അതിന് ഉപ്പേരി എന്ന് പറയാം. മറ്റേത് കാളം വന്നു, പിന്നെ പച്ചടി വന്ന്. കാളൻ ഞാൻ കൂട്ടാറില്ല, എന്നാൽ പോലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാട്ടാ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതാണ് വീഡിയോയിൽ സ്ലോ ആയി. അങ്ങനെ അവിയൽ വന്ന്, അവിയലൊക്കെ പൊളി 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 സൂപ്പറായിരുന്നു. ഞാൻ വിചാരിച്ചു വീട്ടിൻ്റെ അടുത്തായിട്ടായിരുന്നെങ്കിൽ പാത്രം കൊണ്ട് പോയായിരുന്നു. അയ്യോ, ഞങ്ങളൊക്കെ ഇട അത്രയും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് കൂട്ടുകറി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, കാരണം എന്താ വെച്ചാൽ കുറച്ച് എന്താ പറയുക വെള്ളം പോലെ ആയതുകൊണ്ട് എനിക്ക് എന്തോ. പിന്നെ നമ്മൾ നല്ല കുത്തരി ചോറ്, വെള്ള കളറിലെ അടിപൊളി ചോറും വന്നു. അങ്ങനെ നമ്മൾ പൊതുവേ നടുവിൽ ഇങ്ങനെ കുഴിയിലൊക്കെ ആയിക്കൊടുത്ത് എൻ്റെ പപ്പടം ചുരുണ്ടുപോയി കഴിച്ച എന്താണെന്ന് അറിയത്തില്ല. ബാക്കി എല്ലാവരും പപ്പടം നല്ല പപ്പടമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ആ പപ്പടം മൊത്തം മുന്നോട്ടാണ് കയറ്റിയത്. അങ്ങനെ നമ്മൾ കുഴിയൊക്കെ ആക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. സാമ്പാർ വന്നിനി, അതിൻ്റെ ഇടയിൽ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറിൻ്റെയും ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇത്ര നേരം വെച്ചാൽ നോക്കിയിരിക്കുക. അങ്ങനെ പായസം 2 പായസം ഉണ്ടായിരുന്നു. പാൽപ്പായസം സൂപ്പറായിരുന്നു. ഇതൊക്കെ കുടിച്ച് വയമ്പക്കും ഇട്ടിട്ട് നമ്മളെ നാട്ടിലെത്തി. അങ്ങനെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നട്ടുച്ചയായതുകൊണ്ട് ഓട്ടോയൊക്കെ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നാളെ വരുന്നതിലേക്കും ടാറ്റാ ബൈ ബൈ.